ഓക്കെ, ഇന്നലെ ഞാൻ എങ്ങനെയാണ് പിയർ റിവ്യൂവിന്റെ പ്രോസസ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്കൊരു പിയർ റിവ്യൂർ ആവാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഒരുപാട് പേരുടെ ആഗ്രഹമായിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു പിയർ റിവ്യൂർ ആണോ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ചില ജനറൽ പിയർ റിവ്യൂവിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാന്ന് പറയുന്നത് ഒരുപാട് പേര് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പിയർ റിവ്യൂർ ആകാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഒരു 3-4 ക്രൈറ്റീരിയ നമ്മൾ മെറ്റ് ചെയ്താൽ മാത്രം മതി. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചെങ്കിലും പബ്ലിക്കേഷൻ വേണമെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 1-2 പബ്ലിക്കേഷൻ എങ്കിലും നമുക്ക് വേണം. അത് നമ്മൾ സ്കോപ്പസിലോ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസിലോ പ്രൊഫൈലിൽ ആ പബ്ലിക്കേഷൻസ് ആഡ് ചെയ്തിട്ട് കാണണം. രണ്ടാമതായിട്ട് ചില ജേർണൽസ് പിയർ റിവ്യൂവേഴ്സിനെ കോൾ ഫോർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൊവൈഡഡ് ദാറ്റ് നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള ചില ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ MDPA ഒക്കെ അങ്ങനെ കോൾ ചെയ്യാറുണ്ട്. അപ്പം ഓതേഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ H ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു 12 വേണമെന്നുള്ളതായിരിക്കും. അതായത് മിനിമം 12 ആർട്ടിക്കലെങ്കിലും 12 സൈറ്റേഷൻ വെച്ചിട്ട് വേണമെന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് എന്തായിരിക്കും, PhD വേണമെന്നുള്ളതും. ചില ജേർണൽസ് PhD കാര്യം മിണ്ടണമെന്ന് നിർബന്ധമില്ല. റെലവന്റ് ഏരിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്നായിരിക്കും പറയുന്നത്. പിന്നെ എന്തായിരിക്കും പറയുന്നത്, പിന്നെ ചില ജേർണൽസ് നമ്മൾ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിയർ റിവ്യൂ ആവാൻ വേണ്ടി താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമായിരിക്കും. പിന്നെ ഉള്ളൊരു കേസ് എന്ന് പറയുന്നത്, വേറെ ആരെങ്കിലും ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മളുടെ പേര് അവര് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പിയർ റിവ്യൂവർ ആയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുവരും, പിയർ റിവ്യൂവിന്റെ റിക്വസ്റ്റ് വരും. ഇനി ഇതല്ലാത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പസിലോ അല്ലെങ്കിൽ വെബ് ഓഫ് സയൻസിലോ നമ്മളുടെ ഓതർ പ്രൊഫൈലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഈ ആർട്ടിക്കിളിന്റെ ഏത് ഡൊമൈനിലാണ് വന്നതെന്നുള്ള അവർ ഓൾറെഡി ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പിയർ റിവ്യൂവിന് കോൾ ഫോർ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു പിയർ റിവ്യൂവിനുള്ള ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് യൂഷ്വലി 3 ഓപ്ഷൻസ് ആയിരിക്കും കാണുന്നത്, 3 ലിങ്ക്സ്. ഒന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രി വിത്ത് പിയർ റിവ്യൂ എന്നുള്ളത്, അവരുടെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കാണും. എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ റിവ്യൂ കൊടുക്കണമെന്നുള്ള കാര്യങ്ങൾ. റിവ്യൂവിനകത്ത് നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലർലി നോക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളിത് എഗ്രി ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് കിട്ടുക. ആൻഡ് ഡിസഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഡിസഗ്രി ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റീസൺ കൊടുക്കാം. ചില ജനറൽ റീസൺ ചോദിക്കത്തില്ല. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കാരണം നമ്മൾ റിജക്ട് ചെയ്യുന്നു. നമുക്ക് പിയർ റിവ്യൂ നടത്താൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു, പക്ഷേ നമുക്ക് എന്തുണ്ട്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വേണമെങ്കിൽ സെയിം ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളാണെങ്കിൽ, പെറ്റ് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ റിലേറ്റഡ് ആകാം. അങ്ങനെയുള്ള കേസിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ കൊളാബറേഷൻ ഉള്ള ആളുകളാകാം. അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് പറയാറുണ്ട്. അപ്പം ഈ കാര്യത്തിലൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പിയർ റിവ്യൂവിന്റെ ഓപ്ഷൻ വരുന്നത്. ആൻഡ് വൺസ് വി അക്സെപ്റ്റ്, അവർ നമുക്ക് റിമൈൻഡേഴ്സ് തരും. ഒരു വീക്കിന് മുമ്പ് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടും. ആൻഡ് ഫ്യൂ ഡേയ്സിന് മുമ്പ് നമുക്ക് റിമൈൻഡർ കിട്ടും. 1 ഡേ മുമ്പും ആ ദിവസം നമുക്ക് ഇന്നാണ് റിവ്യൂ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് റിമൈൻഡർ കിട്ടും. അപ്പോൾ ഇത്രയാണ് ഒരു പിയർ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. എനിവൺ ക്യാൻ ബി എ പിയർ റിവ്യൂവർ.